ഹലോ, എൻ്റെ യാത്രകൾ ഷാനവാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതാ നമ്മളിന്ന് ദുബായ് ട്രിപ്പിലാണ്, രണ്ടാം ഭാഗമാണിത് ദുബായ് ട്രിപ്പിൻ്റെ. അങ്ങനെ ഇതാ ഞങ്ങൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ നമ്മൾ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങളിതാ ഫെസ്റ്റിവൽ സിറ്റിയിലെ ഫുഡ് കോർട്ടിലാണ്. ഇവിടെ നിന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ്. ഫെസ്റ്റിവൽ സിറ്റിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുക. ഞങ്ങൾ ഐക്യക്കുള്ള റൂട്ടാണിത്. ഇവിടെ ഒരു സ്നേഹിതൻ ഗഫൂർബായ് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടാതെ നമ്മളെ ബൂട്ട്സ് ഫാർമസിലെ പഴയ സ്നേഹിതന്മാരൊക്കെ ഒന്ന് കണ്ട് അവരായിട്ടൊക്കെ കുറച്ച് സംസാരിച്ചൊക്കെ നിന്ന് അപ്പോൾ അങ്ങനെ ഗഫൂർബായ് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ ഗഫൂർബായിനായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇനി ദുബായ് മാളിൽ പോവുകയാണ് നല്ലതെന്ന് ഗഫൂർബായുടെ അഭിപ്രായം. അങ്ങനെ അങ്ങോട്ട് പോയി. ഗഫൂർബായ് ഞങ്ങളെ മെട്രോയിൽ കൊണ്ടുപോയി വിട്ട് തന്ന് ഇങ്ങനെ ഗഫൂർബായിനോട് സലാം പറഞ്ഞ് ഞങ്ങൾ പോയി. ഞങ്ങൾ റാഷിദിയ മെട്രോ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ചായയൊക്കെ കുടിച്ചതാ മെട്രോ സ്റ്റേഷനിലേക്ക് കയറാണ്. റാഷിദിയ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണത്. സ്റ്റേഷൻ്റെ മുകളിലാണ് മെട്രോ. ഞങ്ങളിതാ അങ്ങനെ ദുബായ് മാൾക്ക് വന്നതാണ്. കേരള സിറ്റി സെൻറ്റർ റാഷിദിയിൽ നിന്ന് ഇങ്ങനെ ദുബായ് മാൾ മെട്രോ സ്റ്റേഷനിൽ കണ്ട് വന്ന് ദുബായ് മാളിൽ നിന്ന് ഇതാ ഞങ്ങൾ അളിയനെ കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ അളിയൻ്റെ ഇവിടെ ഒരു സെൻറ്ററിൻ്റെ ബാക്കിലാണ്. അവിടെ തന്നെ ഒരു ഫാർമസിയിലാണ് ഉള്ളത്. അൽഫല ഫാർമസി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. ഞങ്ങൾ പോകുമ്പോൾ നമ്മൾ മസായ സെൻറ്ററിലും കൂടി ഒന്ന് കയറി. മസായ സെൻറ്റർ ഷെയ്ഖ് സായിദ് റോഡിലാണത്. ദുബായ് മാളിൻ്റെ അടുത്ത് ഷെയ്ഖ് സായിദ് റോഡിൻ്റെ തൊട്ട് അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. മസായ സെൻറ്റർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അളിയൻ്റെ ഷോപ്പ് അന്വേഷിക്കാണ്ട് പോവാണ്. അങ്ങനെ അളിയനെ കണ്ട് ഞങ്ങൾ കുറച്ച് അവിടെ സംസാരിച്ചിരുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് പോവാണ്. അത് ഞങ്ങൾ ദുബായ് മാളിൽ എത്തിയ അവസാനം അളിയനൊക്കെ കണ്ട് തിരിച്ചതാ ദുബായ് മാൾക്ക് പോകണം. ദുബായ് മാളിലൊക്കെ എന്തൊക്കെയുള്ള പരിപാടി എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. ദുബായ് മാൾക്കുള്ള പാലാണിത്. ഈ പാലം കുറേ നടക്കാനുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തെത്താനായപ്പോൾ ബുർജ് അർബദീൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കാണാമോ. ബുർജ് ഖലീഫ ഇങ്ങനെ കാണുന്നുണ്ട്. ദുബായ് മാൾക്കുള്ള എൻട്രൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നടന്ന് 1 കിലോമീറ്ററിൻ്റെ മേലെ നടക്കാണ്ട്. ദുബായ് മാളിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ തിരക്ക് നല്ല ഉണ്ട്. ഒഴിവ് ദിവസം അല്ലെങ്കിലും തിരക്കുകൾ ദുബായ് മാളിൻ്റെ ഉള്ളിൽ നല്ല ഉണ്ട്. അതിൻ്റെ വാത്തുവേലാണ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് പോകണേ. അക്വോറിയൊക്കെ താഴെയാണെന്ന് പറഞ്ഞു. അപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്വോറിയത്തിൻ്റെ അവിടേക്ക് ആദ്യം പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബുർജ് ഖലീഫയിലും പോകണം. ബുർജ് ഖലീഫൻ്റെ അവിടെ ഫൗണ്ടെയിൻ ഉണ്ട്, വാട്ടർ ഫൗണ്ടെയിൻ, അതൊക്കെ കാണണം. ഞങ്ങൾ ദുബായ് ഫൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ട് പോകണം. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണം. ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് ലെവലിലെത്തി. കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുബായ് മാളിൻ്റെ ഉള്ളിലാണ്. പെരുന്നാളിനോട് അടുപ്പിച്ചതുകൊണ്ടായിരിക്കും നല്ല തിരക്കാണ് ഇവിടെയൊക്കെ. ആൾക്കാർ ഇവിടെ ദുബായ് ഫൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ട് കാത്തിക്കാണ്. ഇവിടെ ദുബായ് ഫൗണ്ടെയിൻ പെരുന്നാളിന് ഇനി 2 ദിവസം ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ തക്ബീറൊക്കെ ചെല്ലുന്നത്. തക്ബീർ ധ്വനികളൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടുന്ന്. നമ്മൾ ബുർജ് ഖലീഫിൻ്റെ താഴേന് നമ്മൾ ദുബായ് ഫൗണ്ടെയിൻ ഉണ്ട്. ചുറ്റുഭാഗവും ദീപാലകൃതമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. എല്ലാം MRൻ്റെ പ്രോപ്പർട്ടിയാണ്. ബുർജ് ഖലീഫ, ദുബായ് മാൾ എല്ലാം MR പ്രോപ്പർട്ടീസിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എല്ലായിടത്തും പരസ്യം വെച്ചിട്ടുണ്ട് അവർ MRൻ്റെ. അങ്ങനെ ഞങ്ങൾ ബുർജ് ഖലീഫിൻ്റെ താഴെ എത്തി. അവിടെ ഫൗണ്ടെയിൻ തുടങ്ങുന്ന കാത്ത് നിൽക്കുകയാണ്. ഇവിടെ ആൾക്കാരൊക്കെ നല്ല വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിങ്ങിലാണ്.
MR ബിൽഡിങ്ങുകളാണ് മൊത്തം. MRൻ്റെ പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ടാണ് MR ബിൽഡിങ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ലൈറ്റ് വെള്ളമാണല്ലേ, ക്രിസ്റ്റൽ ക്ലിയർ എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. ഫൗണ്ടൈൻ കാണാൻ വേണ്ടി വന്നാണ്. വെയിറ്റിങ്ങിൻ്റെ അടിയിൽ ഞങ്ങൾ ധാരാളം ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഖലീഫിൻ്റെ മുകൾക്ക് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബുർജ് ഖലീഫിൻ്റെ മുകളിലെ നിറം മാറി വരുന്നു. അവരുടെ പല കളറുകളായിട്ട് വരുന്നുണ്ട്. ദേശീയ പതാക, UAE ദേശീയ പതാക അങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ ദുബായ് ഫൗണ്ടൻ തുടങ്ങുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ട് ദുബായ് മാളിലെ സീനുകളാണ്. ബുർജ് ഖലീഫ, ഖലീഫിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഫൗണ്ടൻ വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. ഇവിടെ നല്ല തിരക്കുണ്ട്. കാത്തിരിപ്പിന് വിരാമമായി. ഫൗണ്ടൻ തുടങ്ങിയിരിക്കുകയാണ്. സാവധാനം ഇങ്ങനെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. കണ്ട് ഞങ്ങളിതാ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച്. ഫൗണ്ടൻ ഷോ പുറത്താണ്, ദുബായ് മാളിൻ്റെ പുറത്താണിത്. വെള്ളച്ചാട്ടം ഫെസ്റ്റ് ഇതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. മാളിൻ്റെ ഉള്ളിൽ തന്നെ കയറി മാളിൻ്റെ ഉള്ളിലെ പരിപാടികൾ കാണാൻ പറ്റും. ഞങ്ങൾ ദുബായ് അക്വേറിയത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. ഫൗണ്ടൻ കഴിഞ്ഞ് ദുബായ് ഫൗണ്ടൻ കഴിഞ്ഞ്
വെള്ളച്ചാട്ടം കഴിഞ്ഞ് ഇങ്ങനെ ദുബായ് അക്വേറിയത്തേക്ക് പോവാണ്. ദുബായ് അക്വേറിയത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ തന്നെ ടിക്കറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഇതവിടെ തന്നെ. ദുബായ് അക്വേറിയത്തിൻ്റെ അടുത്താണ്, ദുബായ് മാളിൻ്റെ ഉള്ളിൽ. ഞങ്ങളിതാ ദുബായ് മാളിലും ബുർജ് ഖലീഫൊക്കെ കണ്ടതാ. ഞങ്ങൾ അക്വേറിയത്തിൻ്റെ അടുത്തെത്തി. ദുബായ് മാളിൻ്റെ ഉള്ളിലെ അക്വേറിയത്തിൻ്റെ അടുത്താണത്. ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് ഉണ്ട്. പുറത്തത്തെ കാഴ്ചകൾ നമുക്കിങ്ങനെ നിന്നുകൊണ്ട് കാണാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് തോണിയിലൊക്കെ പോകുന്ന ടിക്കറ്റുണ്ട്. എല്ലാത്തിനും ടിക്കറ്റ് റേറ്റൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. ഭയങ്കര സൗണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരു വലിയ സ്രാവ് ഇതാ പോകാൻ, നല്ല വലിപ്പമുള്ളൊരു സ്രാവ് ഉണ്ട്. ഇവിടെ തെരണ്ടികളൊക്കെ ഉണ്ട്. ഇതിൽ ധാരാളം വലിയ വലിയ തെരണ്ടികൾ, പല ടൈപ്പിലുള്ള തെരണ്ടികളൊക്കെ ഉണ്ട്. ദുബായ് അക്വേറിയത്തിൻ്റെ ഉള്ളിലാണ്. ഒരു കൂട്ടം മീനുകളതാണ്. സ്രാവ് കഴിഞ്ഞതായി. ഈ അക്വേറിയത്തിൻ്റെ അവിടെ ഞങ്ങളിങ്ങനെ കുറേ പലതും കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്ന് കുറേ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി. പിന്നീട് ഞങ്ങൾ മുകളിലത്തെ നിലയിൽ നിന്ന് അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി. മുകളിൽ നിന്നാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് അക്വേറിയം. അക്വേറിയത്തിൻ്റെ മേലെ നിന്നുള്ള ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഇതാണ് ടണൽ. ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടി പോകണമെങ്കിൽ 209 രൂപ ടിക്കറ്റ്. പിന്നെ ആ അക്വേറിയത്തിൽ ഇറങ്ങണമെങ്കിൽ 399 രൂപ ടിക്കറ്റ്. അതിൽ ഇറക്കിത്തരും. അതിൻ്റെ ടണലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോവാം. 399, 400 രൂപ. ഫ്ലോറിൽ നിന്ന് അക്വേറിയം കാണുന്ന ദൃശ്യങ്ങളാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കൂടുതൽ വൃത്തിയായിട്ട് നമുക്ക് വേറെ ആളുകളുടെ ശല്യമൊന്നും ഇല്ലാതെ ഇവിടെ നിന്ന് കാണാം. അക്വേറിയം കാണണമെങ്കിൽ മുകളിൽ നിന്നാണ് സുഖമായിട്ട് കാണുന്നത്. മറ്റേ അടിയിൽ നിന്ന് കാണുമ്പോൾ ആൾക്കാരുടെ ദൃശ്യങ്ങളും ആൾക്കാരുടെ നേരിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവരെല്ലാം പറയുന്നുണ്ട്. ഒരു കൂട്ടം മീനുകൾ ഇതാ പോണത്. ഒരു കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് അയിലകളാണെന്നാ തോന്നുന്നത്. അയില മീനാണ് തോന്നുന്നത്. ദുബായ് അക്വേറിയം കണ്ട് ഞങ്ങൾ തിരിച്ച് ഐസ് റിങ് കാണാൻ വേണ്ടി പോണ്. ദുബായ് മാളിലെ ഒരു ഐസ് റിങ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞെടുന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നടന്ന് വാട്ടർഫാൾസ് എത്തി. ഐസ് റിങ് ഇഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഐസ് റിങ്ങിൻ്റെ പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വാട്ടർഫാൾസ് ആയിട്ട് ഒരു പരിപാടി ദുബായ് മാളിലാണ്. ഇതാണ് വാട്ടർഫാൾസ്. ദുബായ് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് ദുബായ് മാളിൻ്റെ ഉള്ളിലാണ്. ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കണേ, വീഡിയോ എടുക്കണേ, എല്ലാം ഉണ്ട്. വാട്ടർഫാൾസിലാണ്. ദുബായ് വാട്ടർഫാൾസിൻ്റെ ഉള്ളിലാണ്, ദുബായ് മാളിൻ്റെ ഉള്ളിൽ
ഇവിടെ ഉണ്ട് അതേപോലെ ഉണ്ടാക്കിച്ചിരുന്നു. വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ചാടുന്ന കുറേ ആൾക്കാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദുബായ് വാട്ടർഫാൾസിലാണ്. മൈമണ്ടുള്ള ഒരു വാട്ടർഫാൾസാണ്. ഞാനും ഷൈനും കൂടി ഇങ്ങനെ ദുബായിൽ വന്നതാണ്. ഫുള്ള് രാവിലെ തൊട്ട് ദുബായിലെ പല സ്ഥലത്തും പോയി അങ്ങനെ പോകുന്നത് ദുബായ് മാളിലെത്തിക്കണ്. വാട്ടർഫാളിൻ്റെ കാഴ്ചകൾ 2 നിലയിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിൽ നിന്നൊക്കെ ഇത് ആസ്വദിക്കാം. അങ്ങനത്തെ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിസ്മയമാണത്. അങ്ങനെ അതാ വാട്ടർഫാൾസ് കണ്ട് ഞങ്ങൾ ഐസ് റിങ്ങിൻ്റെ അവിടേക്ക് പോവാണ്. ഐസ് റിങ് അത് അവിടെ തന്നെയാണ്. ഐസ് റിങ് കുട്ടികൾക്ക് ഐസ് സ്കേറ്റിങ്ങും മറ്റുള്ളതൊക്കെ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമാണ്. ഐസിൻ്റെ മുകളിലാണിത് ഈ കുട്ടികളൊക്കെ നടക്കുന്നത്. വെള്ള നിറത്തിലുള്ള ഐസാണ്. അത് ഒന്ന് തെറ്റിയാലപ്പം തന്നെ വീഴും. അതിനാണ് ആൾക്കാരത് സ്റ്റാൻഡൊക്കെ പിടിച്ച് കൊണ്ട് പഠിക്കുന്നുണ്ട്. ആദ്യം പിടിച്ചുകൊണ്ടാണ് ദുബായ് മാളിലെ ഐസ് റിങ്ങിലാണ് ഞങ്ങൾ. കുറേ സമയം ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഐസ് റിങ്ങിൻ്റെ അവിടെ ചിലവായിട്ട് പിന്നെ അങ്ങനെ സമയമായി 9 മണി, രാത്രി 8-9 മണിയായി. അപ്പോൾ നമുക്ക് മെട്രോയിൽ പോയിട്ട് വേണം അവിടുന്ന് ഇരുപത്തൊത്താം മാളിൽ നിന്ന് തിരിച്ച് ബസ്സിന് പോകാൻ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. ദുബായ് മാളിലെ ഐസ് റിങ്ങൊക്കെ കണ്ട് ഞങ്ങളിതാ തിരിച്ച് പോവാണ്. തിരിച്ച് മെട്രോക്ക് കയറിയിട്ട് പോകണം. ചൈന ടൗൺ ആണിത്. ഞാൻ പോയില്ല, പോവാം. ഇവിടെ ചൈന ടൗണ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു വേറെ ഫീലാണ്. കളറൊക്കെ മാറിക്കുന്നത്, റെഡ് കളറാണ്. ഫുള്ള് മാർക്കിസ്റ്റാണല്ലേ. ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ട് ദുബായ് മാളിൻ്റെ ഉള്ളിലെ ഒരു ഭാഗം. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ച് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വേണ്ടിയിട്ട് ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിൽ കയറി, സെക്കൻഡ് ഫ്ലോറിൽ കയറി മെട്രോ സ്റ്റേഷൻ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. റിയൽ സിനിമയൊക്കെ ഇവിടെ ഉണ്ട്. എന്നിട്ട് റൈറ്റേക്ക് പോവാം. ഇനി ചോദിക്കാനൊന്നുമില്ല, നേരെ പോവാ റൈറ്റ്. നേരെ പോകണം, എന്നാലാണ് മെട്രോക്ക് എത്തുക. പിന്നെന്താ, നേരെ അങ്ങോട്ട് പോയാൽ മെട്രോ ലൈനാണ്. ഇവിടേക്കൊക്കെ ഷോപ്പിങ്ങുകളാണ്. ദുബായ് മാളിൽ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ചെറിയ വണ്ടികളാണിത്. ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികൾ.
സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഇവിടുന്ന് നേരെ നടന്നാലേ നമുക്ക് മെട്രോയിലേക്ക് എത്തും, മെട്രോ സ്റ്റേഷനിലേക്ക് എത്തും. 8:30 മണിയായി ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ. ബാങ്ക് കൊടുക്കുന്ന സമയമാണ്. ഇങ്ങനെ തിരിച്ച് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി. ഇബ്നു ബത്തൂത്ത മാളിലേക്കുള്ള മെട്രോയിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. ഇബ്നു ബത്തൂത്ത മാളിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ അബുദാബിക്കുള്ള ബസ്സിൽ പോകണമെന്നാണ് കരുതുന്നത്. المحطة القادمة هي Equity. The next station is Equity. ഞങ്ങൾ മെട്രോ ഇറങ്ങി ദുബായ് മാളിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയത് മെട്രോയിൽ താഴേക്ക് പോവാണ്. ഇനി ബത്തൂത്ത മാളിലേക്കുള്ള വേറെ മെട്രോയിൽ കയറണം. ബത്തൂത്ത മാളിലാണ് നമ്മളെ ബസ്സുള്ളത്. അബുദാബിക്കുള്ള ബസ് വരുന്നത് ബത്തൂത്ത മാളിലാണ്. അബുദാബിക്കുള്ള ബസ്സിന് വേണ്ടി ഞങ്ങൾ ഇബ്നു ബത്തൂത്ത മാളിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റേഷനിൽ വന്നാണ്. ഇതാണ് മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് ഇതാ ബസ് തിരഞ്ഞ് നടക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഇതാണ് അബുദാബിക്കുള്ള ബസ്സുകൾ. ഇതൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്, നമ്മളെ കാത്തിക്കാണ്. അതൊക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അബുദാബിക്ക്. അവിടുന്ന് ചാർജ് ചെയ്ത് നോൾ കാർഡ് ചാർജ് ചെയ്ത് ഈ ബസ്സിൽ പഞ്ച് ചെയ്യണം. അങ്ങനെ ബസ്സിൽ പഞ്ച് ചെയ്ത് ഞങ്ങളുടെ ഉള്ളിൽ കയറി. ബസ്സിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ദുബായിനോട് വിട പറഞ്ഞ് നമ്മൾ തിരിച്ച് അബുദാബിയിലേക്ക് പോവാണ്. ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മൾ പോകുന്ന ബസ്. സമയം ഇപ്പോൾ ഒരു 10 മണിയായി കാണും. നല്ല ഉറക്കുണ്ട്. ബസ്സിൽ കയറിയിട്ട് അങ്ങ് ഉറങ്ങി. 2 മണിക്കൂർ അങ്ങനെ അബുദാബിയിൽ എത്തിയപ്പോഴാണ് നമ്മൾ എണീക്കുന്നത്. പിന്നെ അബുദാബി എത്താറായി. നമ്മൾ പാലൊക്കെ കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈദിൻ്റെ നല്ല ഡെക്കറേഷനൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അബുദാബി ടൗണിലേക്ക് എത്തുമ്പോൾ ഈദ് നല്ലൊരു ഷോകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഷെയ്ഖ് സായിദ് മസ്ജിദ് എത്തി. ഇവിടുന്ന് നമുക്കൊരു 20 മിനിറ്റേ ഉള്ളൂ നമ്മുടെ റൂമിൻ്റെ അൽവദ മാളിൻ്റെ അല്ലെങ്കിൽ ബസ് ടെർമിനലിലേക്ക് റൂമിൻ്റെ അടുത്ത്. അങ്ങനെ വീണ്ടും നമ്മളുടെ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ട്രിപ്പൊക്കെ കഴിഞ്ഞ് അബുദാബി ബസ് സ്റ്റേഷനിൽ ഇറങ്ങി ഇതാ തിരിച്ച് പോകണം, റൂമിലേക്ക് പോകണം. അങ്ങനെ അത് അവൻ്റെ ബൈക്ക് പോയി, ഞാൻ എൻ്റെ ബൈക്ക്